ഇതൊരു കൊലപാതകമാണ്. കൊലപാതകം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. തീർത്തു, നശിപ്പിച്ചു, 3 ദിവസം കൊണ്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആത്മഹത്യ എന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹാങ്ങിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെയാണോ ആകാം. ഈ 3 ദിവസം അവൻ തിരികെ പോയ രംഗമാണ് എനിക്ക് ഓർമ്മ. എന്തായിരിക്കും മനസ്സിൽ? ഞാൻ വിളിച്ചപ്പോൾ തിരികെ പോയല്ലോ. എന്തുദ്ദേശിച്ചായിരിക്കും? ഞങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളെ കൊന്നുകൂടെയൊന്ന് നേരിട്ട് തന്നെ പറഞ്ഞു. അമ്മമാർ നേരിട്ട് പറഞ്ഞു. ഇപ്പോൾ പ്രതികളായിട്ടുള്ള സിൻജോ, കാശിനാഥ്, ഇവരൊക്കെ എന്ത് മൈൻഡെന്ന് ചോദിച്ചാൽ അത്രയും ക്രൂവൽ. കുട്ടിയുടെ പേര് ബിൻസിയ എന്നാണ്, പക്ഷെ പരാതിക്കാരി എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ പരാതി ഞങ്ങൾക്ക് അറിയണ്ടേ, അവരുടെ പരാതി എന്താണെന്ന്. അപമര്യാദയായി പെരുമാറി, ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറി നമ്മുടെ വീട്ടിൽ പറയും, ഇല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്ത് പറയും. അത് SFI യൂണിയൻ നേതാവിനെയാണ് അറിയിക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ അക്ഷയ്, ദേവരാഗ്, കൃഷ്ണലാല്, പരാതി കൊടുത്ത പെൺകുട്ടി, ഇവരെ കൂടെ കേസിൽ ഉൾപ്പെടുത്തണം. ഗൂഢാലോചനയാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഈ സീനിയേഴ്സിന്റെ ബെസ്റ്റ് എന്തോ ആണ് ഈ പരാതി കൊടുത്ത പെൺകുട്ടി. രാഷ്ട്രീയപരമായി കളിക്കേണ്ടത് മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്നു. 1 വർഷം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് പലതും പറയാം. റിപ്പോർട്ടുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാങ്ങിങ് എന്നാണ്. നമ്മുടെ അമ്മമാർ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചായിരിക്കും വിടേണ്ടത്. നരഭോജികൾ എന്ന് പറയുന്ന സാധനങ്ങളെ പുറത്തു കൊണ്ടുവരണം. 2 വർഷവും നമ്മുടെ ട്രിവാൻഡ്രത്ത് അഗ്രികൾച്ചറിന് കിട്ടിയ മോനാണ്. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാ വയനാട് വെറ്റിനറിക്ക് പോകുന്നു. അത് അവൻ്റെ പാഷനായിരുന്നു. ഇവർ രണ്ടുപേരും കയറി ബെഡൊക്കെ ശരിയാക്കി ഇട്ട് കൊടുത്തിട്ടാണ് വന്നത്. ഈ അക്ഷയനെ ഞാൻ 18-ാം തീയതി വിളിച്ചപ്പോൾ 4:30 5 മണി വരെ 12:30 1 മണിക്ക് ഇത് സംഭവിച്ചു. 5 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ അക്ഷയ് പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിലുണ്ട്, ഒരു ചെറിയ ആക്സിഡൻറ്റ്. ഇത്രയും സമയം 3 ദിവസം എൻ്റെ കൂടെ സംസാരിച്ച അക്ഷയ് ഇപ്പോൾ പ്രതിയല്ല. അവൻ്റെ ശരീരത്തിൽ തൊട്ടവർ, അതിന് കൂട്ടുനിന്നവർ, അതിന് മറച്ചു വെച്ചവർ, ഈ തെളിവുകളെല്ലാം നശിപ്പിച്ച് മറച്ചു വെച്ചവർ, ഇവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമം അവർക്ക് ബാധകമായാൽ മാത്രമേ ഇനി ഇതുപോലൊന്നും ഉണ്ടാകാതിരിക്കൂ. മനുഷ്യൻ്റെ വിളി കേട്ടിട്ട് മനസ്സിലാക്കാത്തവർ ഇവരൊക്കെ ഡോക്ടറായിട്ട് എന്ത് ചെയ്യുക? സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം അമ്മേ. അമ്മേ, 1 വർഷമായി മകൻ അകാലത്തിൽ മരിച്ചിട്ട്, അല്ലെങ്കിൽ റാഗിങ് എന്നതിൻ്റെ പേരിൽ ആത്മഹത്യയാണെന്നും അല്ല കൊലപാതകമാണെന്നും പറയപ്പെടുമ്പോഴും 1 വർഷമായി. ഈ 1 വർഷത്തിനുള്ളിൽ എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മോൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആത്മഹത്യ എന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു റെക്കോർഡുകളിലും പറഞ്ഞിട്ടില്ല. ഹാങ്ങിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെയാണോ ആകാം ആണല്ലോ. അതിൻ്റെ പുറകെയാണ് ഞങ്ങൾ. അത് പറഞ്ഞുണ്ടാക്കിയവർ, അതായത് കോളേജ് അധികൃതരാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ അവർ അകത്താണ്. ആ പറഞ്ഞ പേര് എല്ലാ പേരും പ്രതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അന്ന് അവിടെ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ ആ ഒരു സാധനം പോലും കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നോ ആ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ആ റൂമിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാം അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ തെളിവാണല്ലോ ഇതൊരു കൊലപാതകമാണ്. കൊലപാതകം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. തീർത്തു, നശിപ്പിച്ചു, 3 ദിവസം കൊണ്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അത്രയും ടോർച്ചർ ചെയ്യപ്പെട്ട് ക്രൂരമായി റാഗിങ്ങിന് അടിമപ്പെട്ടപ്പോൾ ജീവിക്കണ്ട എന്നുള്ള തോന്നലിലാണ് സിദ്ധാർത്ഥൻ ചെയ്തതെന്നാണ്, ഹാങ് ചെയ്തതെന്നാണ്. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നാലും മറ്റുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്, ആളുകൾക്ക് പലതും പറയാം. റിപ്പോർട്ടുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാങ്ങിങ് എന്നാണ്. അതിപ്പോൾ ഹാങ്ങിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് എണീക്കാൻ പറ്റാതെ നമുക്ക് ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ആഹാരം വേണ്ട, ഒരു നേരം വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നു. 3 ദിവസം, അതും ഇത്രയും ശരീരം മൊത്തവും ഇത്രയും വേദന അനുഭവിച്ച കുട്ടി ഇത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇതവർ ചെയ്തതാ. അവർക്കുള്ള നിലനിൽപ്പിന് വേണ്ടി ഒരാളെ തീർക്കണം, അതിനുവേണ്ടി അവർ തന്നെ ചെയ്തതാ. ഇപ്പം പ്രതികൾ അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നവർ എന്താണ് അവരുടെ? ഇപ്പോൾ 19 പേര് സർവകലാശാല പുറത്താക്കിയിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാല 3 വർഷത്തേക്ക്. പിന്നെ മറ്റൊരു കോളേജിലും ഈ 3 വർഷം പഠിക്കാനും കഴിയില്ല. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് പേരുണ്ട് പുറത്ത്, അതായത് പലരുടെയും സംരക്ഷണയിലിരിക്കുന്നവർ. അവരെ കൂടെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരണം, അതായത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർ പലരുടെയും സംരക്ഷണയിലാണ്. സത്യം പറഞ്ഞാൽ അമ്മ പറഞ്ഞ 3 ദിവസം, അല്ലെങ്കിൽ നമ്മൾ ഈ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞ അതിക്രൂരമായിട്ടുള്ളൊരു റാഗിങ് ആണ് പുറത്തു വരുന്നത്. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അടുത്തിടെ കോട്ടയത്ത് ഇതേ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് കോമ്പസ് കൊണ്ട് കുത്തുക, ടോയ്ലറ്റ് ലോഷൻ ഒഴിക്കുക, നമുക്ക് ചിന്തിക്കാൻ പോലും. അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഇത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെത്രയോ കൂടുതലായിരിക്കാം
അത് ഒരു സമയം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ കൊണ്ടുണ്ടായാണ് നമ്മൾ കണ്ടത് കോട്ടയത്തുകാർ. ഇത് 3 ദിവസം അപ്പോൾ എന്തെല്ലാം അനുഭവിച്ചായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹമല്ല, ഞങ്ങളുടെ ആവശ്യം, അതായത് ഞങ്ങൾ നേടിയെടുക്കും. അവൻ്റെ ശരീരത്തിൽ തൊട്ടവർ, അതിന് കൂട്ടുനിന്നവർ, അതിന് മറച്ചു വെച്ചവർ, ഈ തെളിവുകളെല്ലാം നശിപ്പിച്ച് മറച്ചു വെച്ചവർ, ഇവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമം അവർക്ക് ബാധകമായാൽ മാത്രമേ ഇനി ഇതുപോലൊന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള പോരാട്ടം. കേരളത്തിലെ എല്ലാ ആളുകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം മുന്നോട്ടുള്ള ഒരു ഇത്? ഇപ്പം ഈ പറയുന്ന പോലെ തെളിവുകൾ അതായത് എവിടെയും അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഇരയാക്കപ്പെടുന്നവനെയല്ല, പ്രതിയാക്കപ്പെടുന്നവനെയാണ് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്ത് രക്ഷ. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ സാധാരണക്കാരന് ആ നീതി ചില സമയം വളരെ വൈകിയാണ് കിട്ടുന്നത്. ഞാൻ അടുത്തിടെ ഒരു റിപ്പോർട്ടിങ് നടത്തിയത് പോലും, ഒരു മകൾ മരിച്ചിട്ട് 20 വർഷമായി, അമ്മ എപ്പോഴും പോരാടുക, മനസ്സിലാകുന്നുണ്ടോ? അത് ഇതുപോലെ ഹാങ്ങിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് പലതരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അമ്മയുടെ ഈ കേസിൽ, സിദ്ധാർത്ഥൻ്റെ ഈ കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എങ്ങനെ പോയിരുന്നാലും സത്യം എന്നൊന്നുണ്ടല്ലേ, അപ്പോൾ അത് തെളിയണം, അല്ലെങ്കിൽ തെളിയിക്കണം. അതിനു വേണ്ടിയുള്ള പോരാട്ടം. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെ കൂടെ നിൽക്കുന്ന ആയിരക്കണക്കിന് അമ്മമാർ. ഈ ദിവസവും എനിക്കൊരു വിളിക്കുന്നവർ പോയിട്ടൊരു പുതിയ കൊളി, ഒരു വർഷം കൊണ്ട് പുതിയ ഒരാൾ വിളിക്കുന്നുണ്ടായിരിക്കും. ഒരമ്മ, പേടിക്കണ്ട, കൂടെ ഉണ്ട്, ഞങ്ങളുടെ മക്കളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിളിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊന്ന് തളർന്നു പോയാൽ അവരും, ഞാൻ ഏകദേശം 1-2 മാസമായി ഇതൊക്കെ ഒന്ന് അറിഞ്ഞെടുക്കാൻ. 1 മാസം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ റൂമിൽ നിന്ന് വെളിയിൽ പോലും ഇവരൊന്നും TV വെക്കില്ല, ഇവിടെ ആരും വെക്കില്ല, അവരെല്ലാം മൊബൈൽ വഴിയും അല്ലാതെയൊക്കെ അറിയുന്നത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അടുത്ത 1 മാസം വേണ്ടി വന്നു. ഓരോ ദിവസവും രാവിലെ ഓരോ വാർത്ത കേട്ടാണ് എണീക്കുന്നത്, ഓരോ വാർത്ത എണീക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ എന്നാണ് അറിയുന്നത്. ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഓരോന്നും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ പകുതി പോലും ഞാൻ കേട്ടിട്ടോ വായിച്ചിട്ടോ ഇല്ല. അപ്പോൾ അതിൻ്റെ തുടക്കം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവരും അറിയണം. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ കോളേജിൽ പോകുന്നത് അല്ലെങ്കിൽ സുരക്ഷിതരല്ല. നമ്മൾ കുറച്ച് നമ്മുടെ അമ്മമാർ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചായിരിക്കും വിടേണ്ടത്. അല്ലെങ്കിൽ അതിനകത്തുള്ള ഇതുപോലത്തെ നരഭോജികളെന്ന് പറയുന്ന സാധനങ്ങളെ പുറത്തു കൊണ്ടുവരണം. 2 വർഷവും നമ്മുടെ ട്രിവാൻഡ്രത്ത് അഗ്രികൾച്ചറിന് കിട്ടിയ മോന, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാ വയനാട് വെറ്റിനറിക്ക് പോകുന്നു. അത് അവൻ്റെ പാഷനായിരുന്നു, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഇത് അവൻ്റെ ചിന്ത മൊത്തം ഇതിലായിരുന്നു. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഞങ്ങൾ ഡോക്ടർ എന്ന് പറയുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡോക്ടർ എന്നായിരുന്നു. ഒരു അക്കാഡമിക് ലെവലിൽ ശരിക്കും മികവ് ഉള്ള ആളല്ല, സാധാ രീതിയിൽ പഠിക്കും. പക്ഷെ അവൻ പറയുന്നത് വെറ്റിനറി ഡോക്ടറിനും മാർക്കല്ല ആവശ്യം, ക്ലിനിക്കും അങ്ങനത്തെ സംഭവങ്ങളാണ്, അതിലൂടെ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ മാറി നിന്നിട്ട് ജസ്റ്റ് ക്ലാസ് മാത്രം കണ്ടിട്ട് പറ്റില്ല. അതായത് ക്ലിനിക്കിൽ പോയി എത്രത്തോളം വർക്ക് ചെയ്യാമോ അത്രത്തോളം ആയിരിക്കും അതിൻ്റെ മികവമ്മ. എന്നിട്ട് എൻ്റെ അടുത്ത് ഇതിന് തൊട്ട് മുമ്പ് NSS ക്യാമ്പിന് വേണ്ടി മലപ്പുറത്തോട്ട് പോയി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അമ്മ ഞാൻ അസുഖമൊക്കെ നോക്കിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അതാരും പറയരുത്, ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ, അത് ചേച്ചിമാർ എന്നെ സഹായിച്ചു, ഇനി നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായ. അപ്പം ഞാൻ എന്നിട്ട് കളിയായിട്ട് ചോദിച്ചു, മനുഷ്യരുടെ ആണോ? അപ്പോൾ എന്നെ കളിയാക്കാതെ ആടിൻ്റെയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. 1 വർഷമാവും മുമ്പ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലോട്ട് കയറിയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ആശാ ബീഗം, അവരുടെ വീട്ടിൽ നിന്നാണ് അവസാനമായിട്ട് മോൻ പോകുന്നത്. ലീവ് കഴിഞ്ഞിട്ട് നേരെ ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് റഹാൻ, തിരികെ വിളിച്ച കുട്ടി എന്ന് പറയുന്ന റഹാൻ വിളിച്ചിട്ട് പൂജപ്പുര അവരുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു പട്ടിയുടെ വീൽ കാർട്ട്, അതായത് ബാക്ക് കാലില്ലാത്തതുകൊണ്ട് വീൽ കാർട്ട് ചെയ്യും. അപ്പോൾ അത് കോളേജിൽ നിന്ന് ആരോ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇവരത് വച്ചു കൊടുക്കണം, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് ആ മാഡത്തിന് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഷെൽട്ടർ ഹോം ഉള്ളവരാണ്, ഡോഗ്സൊക്കെ ഉള്ളത്.
അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പോകുന്നതിന് 2 മണിക്കൂർ മുൻപാണ് ട്രെയിൻ സമയത്തിന് മുമ്പ് 2 മണിക്കൂർ മുൻപ് എനിക്ക് പോകണം, ഇതുപോലൊരു കേസുണ്ട്, അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് അത് ചെയ്തുകൊണ്ട് നിൽക്കുക. ആ വീഡിയോ ഉണ്ട്, ആ ചെയ്തുകൊണ്ട് നിൽക്കുക, അത് അവരെടുത്തിരുന്നു കേട്ടോ. ആ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുക. അവർ മോൻ പറയുന്നുണ്ട്, ഇത് ശരിയായില്ല, ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, എന്തോ ആയിപ്പോവും, ഇതിന് നടക്കാൻ പറ്റില്ല, ഇതിനെന്തോ പ്രശ്നമുണ്ട്, ഇത് ചെയ്ത് തീർത്താലേ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവൻ കാര്യം പറയുന്നു. പക്ഷേ ഈ റഹാൻ മിണ്ടുന്നില്ല. ഇത് ചെയ്തത് സീനിയേഴ്സാണ്, കോളേജിൽ തന്നെ സീനിയേഴ്സ് പറഞ്ഞിട്ട് അളവെടുത്ത് ചെയ്തതാണ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ അവിടെ എന്തായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ അത് കുറേ പറയാനുണ്ട്, അതൊന്നും ശരിയായില്ല, അത് പറയണമെങ്കിൽ കുറേ ഉണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതങ്ങ് വിട്ടു മറന്നുപോയി. ഈ സംഭവം കഴിഞ്ഞിട്ട് ആ വീഡിയോ പുറത്തിട്ട് സിദ്ധാർത്ഥനായത് വന്ന് ഇത് ചെയ്തിട്ട് പോയി. അവൻ ജെന്യൂനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ശരിയാണ്, അപ്പോഴത്തേക്ക് നടക്കാൻ പറ്റില്ല, ആ വീൽക്കാർട്ട് വെച്ച് അതിന് പറ്റില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന് ഡോക്ടർ സാലറി തരും. അപ്പം ഞാൻ പറഞ്ഞു, അത് ഫസ്റ്റ് കിട്ടുന്നതാണ്, കാലൊക്കെ തൊട്ട് തൊഴിലിട്ട് വാങ്ങണം. പോകുന്നതിന് മുൻപ് ഇവൻ ശരിക്കും അവിടെ അത്രയ്ക്കും അറിയപ്പെട്ടു. അവൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതിലൊക്കെ ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. ഇത് ഇത്രയും എല്ലാവരെയും അറിയാം. പിന്നെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കവളി പിടിച്ചിട്ട് ചക്കരയെന്ന് വിളിച്ച് ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകും ചേച്ചിമാരൊക്കെ. അത്രയും സ്നേഹമാണമ്മ ചേച്ചിമാർക്കൊക്കെ. പിന്നെ ഇതിൽ എല്ലാവരും ഒന്നുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അസൂയ തോന്നിയിട്ടുണ്ടായിരിക്കണം. ഇത്രയും സീനിയേഴ്സ്, അവർക്കും അവർ വിചാരിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഇവൻ ചെന്ന് ചെയ്തു എന്നൊക്കെ കൊണ്ടായിരിക്കണം. ഇവർ പറയുന്നത് മോൻ ഇതുപോലെ തിരിച്ച് ഇത് റാഗിങ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ ബസ് കയറിയപ്പോൾ തിരിച്ച് വന്നിട്ടാണ് ഇത് ചെയ്തതെന്നല്ലേ പറയുന്നത്? അല്ല, അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു, എനിക്കറിയില്ല. മോന് 15-ാം തീയതി ഇങ്ങോട്ട് വരുന്നു. 15-ാം തീയതി രാത്രി ആയപ്പോൾ റഹാൻ തിരികെ വിളിക്കുന്നു. തിരികെ വിളിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നു അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് കോളേജിലെ കാര്യം ആദ്യം നടക്കട്ടെ, അങ്ങ് പോയിട്ട് വന്നാൽ മതി. അങ്ങനെ തിരികെ പോയപ്പോൾ അവർ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. 16-ാം തീയതി രാവിലെ അവിടെ എത്തുന്നു, 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ ഫോണോ സാധനങ്ങളോ പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. 18-ാം തീയതി ഈ സംഭവം. അപ്പോൾ കയറിയ ഉടനെ തന്നെ ഒരു ഫോൺ കൈക്കലാക്കിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിളിക്കുമ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വിളിക്കാമോ, വേറെ ഒന്നുമില്ല, ഞാൻ കിടക്കുന്നു, വിളിക്കാമോ, വേറെ ഒന്നുമില്ല. ഞാൻ എന്നിട്ടും ചോദിച്ചു, 18-ാം തീയതി തന്നെ ഞാൻ ചോദിക്കുകയാണ്, അവൻ എന്തോ ഒരു മൂഡ് ഓഫ്. ഇല്ല, ഒന്നുമില്ല. അപ്പോഴും അവരൊക്കെ അടുത്ത് നിൽക്കുന്നു, നമുക്കറിയില്ല. സിദ്ധാർത്ഥൻ സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നു, അവൻ്റെ സൗണ്ടാ. അപ്പോൾ ആര് സംസാരിക്കുന്നു അറിയില്ല. ഇപ്പോൾ എന്ത് വേണോ ചെയ്യാമല്ലോ. ഞാൻ എന്ത് പറ്റി, എന്താടാ, എന്തോ ഒരു മൂഡ് ഓഫ്. ഇല്ല, വേറൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അക്ഷയെ വിളിച്ചു. 16-ാം തീയതി രാവിലെ എത്തിയിട്ട് അവൻ തിരികെ ഇങ്ങോട്ട് വിളിക്കാത്തത് കൊണ്ട് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അക്ഷയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ സിദ്ധു എത്തിയായിരുന്നോ? അവൻ ഇങ്ങോട്ട് വിളിച്ചില്ല. ആൻറ്റി വന്നു, കിടക്കുന്നു, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കണ്ട, അവൻ്റെ ഫോണിൽ തന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ജസ്റ്റ് 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ജസ്റ്റ് കാണത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത് അക്ഷയ് ഉണ്ടായിരുന്നു, പക്ഷെ അക്ഷയ് ഇപ്പോൾ പ്രതിയല്ല. പിറ്റേ ദിവസം ഞാൻ അക്ഷയിന് മെസ്സേജ് ഇടുന്നു, സിദ്ധുവിൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയുക. 18-ാം തീയതി ഞാൻ അക്ഷയ് വിളിക്കുന്നു. അക്ഷയ് കൂടെ പഠിക്കുന്ന ക്ലാസ്സിൽ റൂമിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികൾ, ഒരേ റൂമിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു റൂമിലാക്കിയിട്ടാണ് വന്നത്. ഹോസ്റ്റലിൽ ഒരു റൂമിൽ ഇവർ രണ്ടുപേരും കയറി ബെഡൊക്കെ ശരിയാക്കി ഇട്ട് കൊടുത്തിട്ടാണ് വന്നത്. ഈ അക്ഷയനെ ഞാൻ 18-ാം തീയതി വിളിച്ചപ്പോൾ 4:30-5 മണി വരെ, 12:30-1 മണിക്ക് ഇത് സംഭവിച്ച് 5 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ അക്ഷയ് പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിലുണ്ട്, ഒരു ചെറിയ ആക്സിഡൻറ്റ്. അപ്പം ഞാൻ മോനെ എനിക്ക് ഡോക്ടറെ അടുത്ത് സംസാരിക്കണം. ഡോക്ടറെ അടുത്ത് ഫോൺ കൊടുക്കാം ആൻറ്റി, കൊടുക്കാം, വേറെ ഒന്നുമില്ല, പേടിക്കണ്ട. അപ്പോൾ അത്രയും സമയം 3 ദിവസം എൻ്റെ കൂടെ സംസാരിച്ച അക്ഷയ് ഇപ്പോൾ പ്രതിയല്ല. അമ്മ അതിനുശേഷം അക്ഷയനെ വിളിച്ചിട്ടുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ്? ഇല്ല, അതിനുശേഷം വിളിക്കാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു, അവരെ കൂടെ ഉണ്ടായിരുന്നു അക്ഷയ്. എൻ്റെ കൈയെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, മോനെ ഞാൻ 3 ദിവസം നിൻ്റെ അടുത്ത് സംസാരിച്ചതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാത്തത്. അവൻ കരയുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അക്ഷയ് എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അടുത്ത ക്ലാസ് റപ്പ് എന്ന് പറയുന്ന റഹാന വിളിക്കുമായിരുന്നു. പക്ഷെ റഹാൻ ഇപ്പോൾ പ്രതിയാണ്. റഹാനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ വാർഡൻ, അസിസ്റ്റൻറ്റ് വാർഡൻ അവരെ വിളിക്കും, അത് ഡീനും അസിസ്റ്റൻറ്റ് വാർഡനെ. അവരും ഇപ്പോൾ പ്രതികളാണ്. അപ്പം നമ്മുടെ കുട്ടികളെ ആരെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കും? ക്ലാസ്സിലെ സീനിയേഴ്സിൻ്റെ കയ്യിലാണോ
അധ്യാപകരുടെ കയ്യിലാണോ, ഡീനിൻ്റെ കയ്യിലാണോ, വാർഡൻ്റെ കയ്യിലാണോ? അപ്പം അത് അത്രയും പോലും സുരക്ഷയില്ല. 1-2 പേരല്ല, 150 പേര് കണ്ടുകൊണ്ടിരുന്ന സംഭവം ഇത്. 180ഓളം കുട്ടികൾ, 160 170 പേരുണ്ട് ആ ലിസ്റ്റിൽ. കണ്ടുകൊണ്ട് അത് കണ്ട് കരഞ്ഞു എന്ന് പറയുന്നവരും ഉണ്ട്. പരസ്യമായിട്ട് കോളേജിൽ വെച്ചിട്ട് റാഗ് ചെയ്ത്. ഇതുപോലൊരു കുട്ടിയെ ആർക്കും ഫ്രണ്ടായിട്ട് കിട്ടില്ല. ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നെങ്കിൽ പോലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. അവനടുത്ത് ഒരിക്കൽ സംസാരിച്ചവർ ഞങ്ങളെ ഇപ്പോൾ വിളിക്കും. ഞാൻ എപ്പോഴും ഒന്ന് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്, മറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ആ സമയത്ത് ഇവിടുത്തെ കോവില ഉത്സവ സമയത്ത് വരുമെന്ന് പറഞ്ഞു. ഉത്സവം പോലും ജസ്റ്റ് ഒരു പൂജ എന്നുള്ള രീതിയിൽ മാറ്റി ഈ നാട് മൊത്തം. അപ്പം അവൻ്റെ എങ്ങനെയായിരിക്കും, ഇവിടെ മാത്രമല്ല എൻ്റെ നാട് നെയ്യാറ്റിൻകര, അവിടെ ഇതുപോലെ. ഈ സമയത്ത് 3 കുട്ടികൾ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അന്ന് സംഭവിച്ച കാര്യം. പക്ഷെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തിയിട്ട് അതൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഹസ്ബൻഡിൻ്റെ അടുത്ത് അപ്പോഴെന്തോ അതിൽ കൂടെ വന്നവർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളെ കൊന്നുകൂടെയൊന്ന് നേരിട്ട് തന്നെ പറഞ്ഞു. അമ്മമാർ നേരിട്ട് പറഞ്ഞു. ഇപ്പോൾ പ്രതികളായിട്ടുള്ള സിൻജോ, കാശിനാഥ്, ഇവരൊക്കെ എന്ത് മൈൻഡെന്ന് ചോദിച്ചാൽ അത്രയും ക്രൂവൽ. ഇപ്പം അവരെല്ലാം പ്രതികളാണ്. ഇപ്പം അവരുടെ കേസ് നടക്കുന്നു, ജയിലിലാക്കി. ഇപ്പം തിരിച്ച് 90 ദിവസം ജയിലിലായിരുന്നു. ഇപ്പോൾ സർവകലാശാല പുറത്താക്കി, വെറ്റിനറി സർവകലാശാല പുറത്താക്കി. അപ്പോൾ ഇനിയിപ്പോൾ 3 വർഷത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഇതിന് ശേഷം ആരെങ്കിലും പ്രതികളോ അല്ലെങ്കിൽ ആ കോളേജിൽ പഠിച്ചവർ ആരെങ്കിലും പിന്നീട് വിളിച്ചിട്ട് ഞാനത് കണ്ടിരുന്നല്ല അമ്മ, എനിക്കന്ന് പ്രതികരിക്കാൻ പറ്റിയില്ല എന്നെങ്കിലും? ഇല്ല, ഇന്ന് ഈ നിമിഷം വരെ ആരും പറഞ്ഞു ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ 1-2 കുട്ടികളുടെ അമ്മമാർ ഈ ഇടയ്ക്ക്, അതായത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് വിളിക്കാത്ത. പിന്നെ ആ കുട്ടികൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനകത്തൊരു ലോകം, ഒരു യൂണിയൻ്റെ ഒരു ഭരണം കൊണ്ട് അതിനകം മൊത്തം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ആർക്കും ഒന്നും വോയിസ് ഇല്ലാത്ത അവസ്ഥയാണ്. അതാണ് അതിൻ്റെ ഇവർ പേടിക്കുന്നതിന് കാരണം. അതിനുശേഷം ഈ സംഘടന അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് പ്രതികളെ ഇതൊന്നുമല്ല. അതാണല്ലോ നമ്മുടെ ഇപ്പോൾ ഈ 1 വർഷം വരെ പോരാടിയതിന് കാരണം എന്താണ്? അപ്പോൾ തന്നെ അതിനെ പുറത്താക്കേണ്ടവരല്ലേ? ഇതുവരെ പോയത് എന്താണ്? അവർ സംരക്ഷണം ഇത്രയും നീണ്ടു നിന്നതുകൊണ്ടല്ലേ. ഡീനിനെ അസിസ്റ്റൻ്റ് പറഞ്ഞാൽ തിരികെ എടുക്കാൻ വേണ്ടി കോളേജിൽ കാണിച്ചു കൂട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. പണം വരെ പിരിച്ചു, ബക്കറ്റ് പിരിവ് വരെ നടത്തിയിരുന്നു അതിനകത്ത് അവരെ സഹായിക്കാൻ. ഇത്രയും വർഷം നല്ലൊരു എമൗണ്ട് അറിയാലോ. ഡീനും അസിസ്റ്റൻ്റ് പറഞ്ഞൊക്കെ എത്രയായിരിക്കും സാലറി എന്ന്, അത്രയും വാങ്ങിക്കൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ ഇപ്പോഴും വാങ്ങുന്നുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു ബക്കറ്റ് പിരിവ് വരെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും എന്താണെന്ന് അറിയില്ല. അവരെ തിരിച്ചെടുക്കുക, നമുക്ക് പിന്നോട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ലോകം അവനെപ്പം പറയും, ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്ക് എല്ലാ പേരും അറിയണം, ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ അവൻ്റെ പേരിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇനിയൊരു കുട്ടി ഇത്രയും ഈ രീതിയിൽ തീരരുത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ആ പത്രം അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു വാചകമോ രണ്ടാമത്തെ വാചകമോ കേൾക്കുമ്പോഴേ നമുക്ക് ആ ക്രൂരത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അമ്മ പറഞ്ഞ പോലെ 10-20 വയസ്സുള്ള പിള്ളേർ ഇങ്ങനെ ക്രൂരന്മാരായിട്ട് ഈ ജീവൻ വെച്ചിട്ടാണ്, അതായത് മൃഗങ്ങളുടെ ആണെങ്കിലും അത് ജീവനാണ്, പക്ഷികളുടെ മൃഗങ്ങളുടെ ജീവൻ, ആ ജീവൻ വെച്ചിട്ട് എങ്ങനെയാണ് മറ്റൊരു ജീവനോട് ഇത് കാണിക്കാൻ പറ്റുന്നത്? കോട്ടയത്തെ സംഭവം അത് തന്നെയാണ്. എങ്ങനെയാണ് ഇത് ഇവർക്ക് പറ്റുന്നത് എന്നുള്ളതാണ്. ഇവരുടെ മനസ്സ് കല്ലായതാണോ അതോ ഇങ്ങനെയാണോ ഇപ്പോഴത്തെ കുട്ടികൾ? അല്ല ഇത് ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് നമുക്ക് എന്തും ആകാമെന്നാണോ? സംരക്ഷിക്കാൻ ആളുണ്ട്, അതാ ഇത്രയും ധൈര്യം അവർക്ക്. നമ്മുടെ ഒരു തെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഒന്നുകിൽ നിയമത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അതറിയുന്ന മാതാപിതാക്കളോ കൂടെ, അല്ലെങ്കിൽ അവ കോളേജിലുള്ള അല്ല ക്ലാസ്സിലുള്ള അധ്യാപകരോ വിലക്ക്. ഇതിപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം വീണ്ടും ഇത് നടക്കും. അപ്പോൾ ഇനിയും അങ്ങനെ ഉണ്ടാകരുത്. കുട്ടികൾ കുറച്ചെങ്കിലും ഒന്ന് പേടിക്കണം. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ? പ്രത്യേകിച്ച് ഒരു വെറ്റിനറി ഡോക്ടർ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? സംസാരിക്കാൻ പോലും കഴിയാത്ത ജീവികളാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അവരെ നോക്കി അല്ലെങ്കിൽ തൊട്ട് നമ്മൾ മനസ്സിലാക്കണം.
അല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഓണർ പറയണം നമ്മുടെ അടുത്ത് ഇതിനിങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലും ശ്രദ്ധിക്കാൻ അറിയാത്തവർ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിളി കേട്ടിട്ട് മനസ്സിലാക്കാത്തവർ, ഇവരൊക്കെ ഡോക്ടറായിട്ട് എന്ത് ചെയ്യാം? എനിക്ക് ആലോചിക്കുന്ന ആർക്കും പശ്ചാത്താപമില്ലെന്ന്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്തൊരു സ്റ്റോറിക്കകത്ത് ആ റൂമിലുണ്ടായിരുന്ന 10-17 കുട്ടികൾ അവരാരും സാക്ഷി പറഞ്ഞില്ലെന്നുള്ളതാണ്. ആർക്കും തോന്നുന്നില്ല ഒരു ജീവനാണ് പോയതെന്ന്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ട ഒരാളാണെന്ന് ആർക്കും തോന്നുന്നില്ല എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവൻ്റെ ക്ലാസ്സിൽ 9 കുട്ടികളുണ്ട്. കൂടെ ഇപ്പോൾ പ്രതിയായിട്ടുള്ള 6 പേര് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന, അതായത് ആരുടെയും സംരക്ഷണയിൽ ഒതുങ്ങിക്കൂടി ഒളിച്ചിരിക്കുന്ന 3 പേരുണ്ട്. ക്ലാസ്സിലുള്ള ഒരു സപ്പോർട്ടായിരുന്നോ? അതെന്താണ്? സപ്പോർട്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ കയ്യിലായിരുന്നു, ആ സീനിയേഴ്സിൻ്റെ അവരുടെ കയ്യിലായിരുന്നു ഇവരൊക്കെ. ഇവരെല്ലാം പാർട്ടിയിൽ അംഗങ്ങളാണ്. ക്ലാസ് റെപ്പ് എന്ന് പറയുന്നത് റഹാൻ ഒരു യൂണിയനല്ലേ ഉള്ളൂ. അപ്പോൾ അവരുടെ പ്രവർത്തകരാണ് ഈ 9 പേരും എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതിനപ്പുറം ഇവർക്ക് വേറെ ഇല്ല. ഇവരെന്ത് ചെയ്തിരുന്നാലും ഞങ്ങൾ സംരക്ഷിച്ചോളാന്ന് അവർ പറഞ്ഞാൽ പിന്നെ ഇവർക്ക് ധൈര്യമല്ലേ, നിങ്ങളെ പഠിക്കാൻ അനുവദിക്കാം, എക്സാം എഴുതാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം. അതൊക്കെ അവിടെ നടക്കുന്നുമുണ്ട്. കുറച്ചൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു, ചെറിയ മാറ്റങ്ങൾ കോളേജിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കോളേജ് തന്നെ ചൂസ് ചെയ്തത് സിദ്ധാർത്ഥനാണോ? കോളേജ് കേരളത്തിൽ തന്നെ 2 വെറ്റിനറി കോളേജേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തൃശ്ശൂർ മണ്ണുത്തി കൊടുത്തിരുന്നു. അത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ കോളേജ്. അപ്പോൾ ഇവിടെ കിട്ടി. അവിടെ ചെന്ന് കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാനേ ആഗ്രഹമില്ല. ആ ഒരു അറ്റ്മോസ്ഫിയറും. അവന് ഞങ്ങൾ കളിയാക്കുമായിരുന്നു, എനിക്ക് ഹോസ്റ്റൽ സിക്നെസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് പോയിട്ട് അവനൊരു സങ്കടമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആദ്യമൊക്കെ. ഞാൻ എപ്പോൾ വിളിക്കുമ്പം പറയുന്നു, അമ്മ അവിടെ ആ കുട്ടിക്ക് ഇത് കിട്ടിയില്ല, ഈ ബുക്ക് കിട്ടിയില്ല, ഇത് റെക്കോർഡ് കിട്ടിയില്ല, അവരുടെ ഗേൾസിൻ്റെ ഹോസ്റ്റലിൽ വെള്ളമില്ല, അവരുടെ ഫുഡ് ശരിയായില്ല എന്ന് പറയുന്നു. ഇത് പലരുടെയും കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ അടുത്ത് അറിയിച്ചിട്ടേ ഇല്ല. ഇവിടുന്ന് പോയപ്പോൾ 86 കിലോ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവൻ 65 കിലോ ആയി. അവൻ ശരിക്കും അവിടെ പഠിച്ചിറങ്ങണം. അവന് എന്തോ പേടിയായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി മാറ്റുമെന്നുള്ള പേടി, എന്താ ഞങ്ങൾക്കറിയില്ല. അവൻ ശരിക്കും സഹിച്ചു. ഇവർ പറയുന്നത് സീനിയേഴ്സിൻ്റെ ഇടയിൽ കയറി ഡാൻസ് കളിച്ചതാണ് ഇവർക്ക് പക വരാൻ കാരണം. അതൊക്കെ ഒരു കാര്യമാണോ? ഇപ്പോൾ എങ്കിലും എന്തെല്ലാം ഈ പറയുന്നവർ ചെയ്തത് കണ്ടാൽ അവരെ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെങ്കിൽ ഡാൻസ് കളിച്ചൊന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയമപരമായി പോകട്ടെയായിരുന്നു. ഒരു കുട്ടിയോട് അപമര്യാദയായി പെരുമാറി, ആ കുട്ടി എന്ത് പരാതി കൊടുക്കാത്ത? ഇപ്പോൾ താനായിരുന്നാൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ പാരൻസിനെ അറിയിക്കില്ല. ആ പരാതിയൊക്കെ ഫേക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അതാ ഞാൻ ചോദിക്കുന്നത്, 4-5 ഒരാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ? അപ്പോൾ ആ കുട്ടി അത്രയ്ക്ക് നല്ലവളാണോ? എങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറി നമ്മുടെ വീട്ടിൽ പറയും, ഇല്ല എങ്കിൽ അധ്യാപകരുടെ അടുത്ത് പറയും. അത് SFI യൂണിയൻ നേതാവിനെയാണോ അറിയിക്കേണ്ടത്? അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അവർ ചെയ്തുകൂടെ? എന്നിട്ട് അവൾ പരാതി കൊടുത്ത് പിറ്റേന്ന് തിരികെ വാങ്ങിയിരിക്കുന്നു. പിറ്റേന്നല്ല, അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട്. കൊടുത്തത് തന്നെ 19-ാം തീയതിയോ 20-ാം തീയതിയോ. സിദ്ധാർത്ഥൻ്റെ മരണശേഷമാണ് ഈ പരാതി കൊടുത്തത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തിരികെ വാങ്ങി. അത് നിങ്ങൾ അന്വേഷിച്ചിരുന്നു എപ്പോഴെങ്കിലും? കുട്ടിയുടെ പേര് ബിൻസിയ എന്നാണ്, പക്ഷെ പരാതിക്കാരി എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവളുടെ പരാതി ഞങ്ങൾക്ക് അറിയണ്ടേ, അവളുടെ പരാതി എന്താണെന്ന്. അവളുടെ അപമര്യാദയെ പെരുമാറി, ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, ചോദിച്ചിരുന്നോ? ഞങ്ങൾ ആരും ചോദിക്കും, അങ്ങനെ മാത്രമേ ഉള്ളൂ റെക്കോർഡിൽ. അങ്ങനെ ആരും നമുക്ക് ചോദിക്കേണ്ടവരുടെ മറുപടിയാണിത്. ഇപ്പം നിലവിൽ ഈ കേസിൻ്റെ അവസ്ഥ എന്താണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം? പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിലേക്ക്? CBIയുടെ റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ. CBIയുടെ വന്നിട്ടില്ല, അത് കേസ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ നല്ലൊരു വാർത്തയാണ് ഇത്, 19 പേരെയും പുറത്താക്കി എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ അക്ഷയ് ദേവരാഗ്, കൃഷ്ണലാല്, പരാതി കൊടുത്ത പെൺകുട്ടി, ഇവരെ കൂടെ കേസിൽ ഉൾപ്പെടുത്തണം. അവരാണ് ഇപ്പോൾ അക്ഷയ് എന്നെ 3 ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പരാതി എന്താണെന്ന് അറിയണം. അവളെ ഗൂഢാലോചനയാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഈ സീനിയേഴ്സിൻ്റെ ബെസ്റ്റ് എന്തോ ആണ് ഈ പരാതി കൊടുത്ത പെൺകുട്ടി, അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അവളെ ഉൾപ്പെടുത്തണം. അവൾ പരാതി കൊടുത്തത് കൊണ്ടല്ലേ ഇത് നടന്നത് എന്ന് പറയുന്നത്. പിന്നെ കൃഷ്ണലാല് ദേവരാഗ്, കൃഷ്ണലാല് കണ്ടു എന്നെന്തോ പറയുന്നു. എന്ത് കണ്ടു? ഒരു സമയം പോലും പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണരുത് എന്നുള്ള രീതിയിൽ
അവിടെ റൂമിൽ നിർത്തിയിരുന്നത് ദേവരാജിനെ വേറൊരു കുട്ടിയെയാണ്, കൃഷ്ണലാലിനെയാണെന്ന് തോന്നുന്നു. അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളോ കണ്ണട, വാച്ച്, ബെൽറ്റ്, പേഴ്സ്, ഇതൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളല്ലേ. അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിടക്കുമ്പോൾ എടുത്ത് ബാക്കിൽ ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് വയ്ക്കുന്നതാണ് കണ്ണട. ആ കണ്ണടയോ പേഴ്സോ വാച്ചോ ബെൽറ്റോ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരിതെല്ലാം എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടിട്ടില്ല. നശിപ്പിച്ചു എന്നുള്ളത് ഉറപ്പല്ലേ. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകും? അവൻ കൊണ്ട് കളയില്ലല്ലോ. ഈ കേസിന് എന്തെങ്കിലും ആരെങ്കിലും തേച്ചു മാച്ച് കളയുമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ആ കേസ് നിലനിൽക്കുമോ എന്നൊരു ഭയമോ കാര്യങ്ങളോ ഉണ്ടോ? രാഷ്ട്രീയപരമായി കളിക്കേണ്ടത് മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്നു. 1 വർഷം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ അപ്പീലിന് പോകുമ്പോൾ അറിയാൻ പറ്റും. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞങ്ങളതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 വർഷമായി സിദ്ധാർത്ഥ് പോയിട്ട്. അപ്പോൾ ഈ 1 വർഷം നിങ്ങളെങ്ങനെയാണ് ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്? നമുക്കിപ്പോൾ 1 വർഷമായെന്നുള്ളൊരു തോന്നലില്ല. ഇന്നലത്തെ അതുപോലെ ഒന്നും വേറെ നല്ല ഓർമ്മകളെന്ന് പറയാൻ അങ്ങനെ ഓർമ്മിക്കുന്നു എന്നേ ഉള്ളൂ. ഈ 3 ദിവസം അവൻ തിരികെ പോയ രംഗമാണ് എനിക്ക് ഓർമ്മ. എന്തായിരിക്കും മനസ്സിൽ? റഹാൻ വിളിച്ചപ്പോൾ തിരികെ പോയല്ലോ, എന്തുദ്ദേശിച്ചായിരിക്കും? ആ 3 ദിവസത്തെ ഓർമ്മ മാത്രമേ ഉള്ളൂ. അവൻ്റെ വിളി, കരച്ചിൽ, അത് മാത്രം. ഇപ്പം രാത്രി എത്രയോ റൂമിന് പുറത്ത് നിന്ന് അലർച്ച കേട്ടു എന്നാണ് പറയുന്നത്. നമുക്ക് 1 ഗ്ലാസ് വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ കഴിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ ഭയങ്കര രസം. ഇവിടെ വീട്ടിലിരുന്ന് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്ന് കഴിച്ചിട്ടേ ഇല്ല. ഈ തറയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. ടി വി കണ്ട് ഇവിടെ ഇങ്ങനെ കഴിച്ചിട്ട് അതിങ്ങനെ വയറ് നിറയണ വരെ കഴിച്ചുകൊണ്ടേയിരിക്കും. അവധിയാകുമ്പോൾ വരുമ്പം പറയും, ഫ്രിഡ്ജിൽ ഇങ്ങനെ അവന് ടോം ആൻഡ് ജെറിയിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, ഫ്രൂട്ട്സും ഐസ്ക്രീം അങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നതാണ്. ടോം ആൻഡ് ജെറിയിലെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അതുപോലെ ഇരിക്കണേ നമ്മുടെ ഫ്രിഡ്ജ് ഞാൻ വരുമ്പോൾ. അങ്ങനെ കാത്തിരുന്ന ഞാൻ ഇത്രയും പേര് 6 പേര് ഇവിടെ വച്ച് വിളമ്പി കൊടുത്ത ഈ പ്രതികളായിട്ടുള്ള 6, പിന്നെ ബാക്കി അക്ഷയും ദേവൻ ഇവിടെ ഇരുന്ന് കഴിച്ചവരാ. ഇവിടെ 10-11 പേരുണ്ടായിരുന്നു. അതിലിപ്പോൾ 6 പേരും പ്രതികളാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരിക്കുന്നത്? ഞാനത് ക്ലിയറായിട്ട് വായിച്ചിട്ടില്ല. അത് കറക്റ്റായിട്ട് ആ ഡോക്ടർ ഒരു ദൈവത്തെ പോലെ എഴുതിയത് കൊണ്ടാണ് ഇതിപ്പോൾ പുറത്ത് വന്നത്. വേറെ ഒരു തെളിവും ഇല്ലല്ലോ. ചതവുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ല, അത്രയും പെയിനോട് കൂടിയിട്ടാണ് ഞാൻ അമ്മയോട് സംസാരിക്കുന്നത്. എനിക്കത് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് സാധാരണ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും വരുമ്പോഴേ ആളുകളോട് ഞാൻ സംസാരിക്കും. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ എനിക്ക് പറ്റണില്ലായിരുന്നു. അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല അവൻ്റെ. ഞങ്ങൾ 4 പേര് 3 പേര് ഒരു റൂമിലാണ് കിടക്കുന്നത്. ഇപ്പോഴും മാറിക്കിടന്നിട്ടില്ല. ഞങ്ങൾ 3 പേരും, മോനും ഇളയാളും, ഞങ്ങൾ 3 പേരും ഇവിടെ കിടക്കുന്നത്. വേറെ റൂം വേണമെന്ന് അവൻ ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ പോയി കിടക്കാൻ പറഞ്ഞിട്ടുമില്ല. അച്ഛൻ്റെ അടുത്തായിരുന്നാലും അച്ഛാന്ന് വിളിച്ച് അങ്ങനെ സംസാരിക്കില്ല, ഡാ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോൾ അച്ഛാന്ന് വിളിക്കണമെങ്കിൽ അച്ഛൻ ഞാൻ പെട്ടെന്ന് എന്നുവനെ ഇങ്ങനെ ചോദിക്കുമോ. അപ്പം ഞാൻ ചോദിക്കും, ഇപ്പോൾ എന്തോ സ്നേഹം കൂടുതൽ, അത് വല്ലപ്പോഴേക്കും അച്ഛാന്ന് വിളി കേൾക്കാൻ പറ്റുള്ളൂ. അത് കിട്ടിയപ്പം എനിക്കൊരു സന്തോഷം. അല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരും ഫ്രണ്ട്സ് പോലെയാണ്. അമ്മ പറഞ്ഞ പോലെ നിരന്തരം പോരാടുക. അമ്മ ഒറ്റയ്ക്കല്ല. എനിക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ശരിക്കും 1000കണക്കിന് അമ്മമാർ, അവരുടെയൊക്കെ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങ് തളർന്നു പോകുമായിരുന്നു. നമ്മുടെ ഒരു കുട്ടികളും ഇനിയും ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു കുടുംബവും കരയരുത്. ചിലപ്പോൾ നമ്മൾ സഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് പറ്റിയെന്നും വരില്ല. ഇതിലൊരു പ്രതിയുടെ അച്ഛൻ ആ സമയത്ത് മരിച്ചിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, ബാത്റൂമിൽ എന്തോ മരിച്ചു കിടന്നു അങ്ങനെ പറയുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള വിഷമം നമുക്കറിയാൻ പറ്റും. അമ്മ പറഞ്ഞ പോലെ പറക്കമുറ്റിയെന്ന് നമുക്ക് തോന്നുമ്പോൾ കൂടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വിടുമ്പോൾ നമ്മളൊരു വിശ്വാസമാണ് കൂടെയുള്ള കൂട്ടുകാർ. ഇപ്പം അമ്മ പറഞ്ഞ പോലെ സിദ്ധുവിനെ കിട്ടിയില്ല അടുത്ത ആളെ വിളിക്കുക, കൂട്ടുകാരനെ വിളിക്കുക. കാരണം ടെൻഷനാണ്. ഒരു റിങ് അടിച്ച് 1 തവണ വിളിച്ചില്ല, 2ാമത്തെ തവണ വിളിച്ചില്ലെങ്കിൽ ആ ഒരു ടെൻഷനാണ്. അപ്പം അടുത്തുള്ള കൂട്ടുകാരെ വിശ്വസിച്ച് നമ്മൾ വിടുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ ആൾക്കാരെ വിശ്വസിച്ച് വിടുമ്പോൾ, അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ വിശ്വസിക്കണം നമുക്ക് തന്നെ അറിയില്ല. എന്നാണല്ലോ അമ്മ
നിരന്തരം ഇതിനു വേണ്ടിയിട്ട് പോരാടുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. എന്താണെങ്കിലും സിദ്ധുവിന് എന്താ പറ്റിയ ആ 3 ദിവസം എന്നുള്ളത് നിങ്ങൾക്കറിയാൻ സാധിക്കും. അത് സത്യം വെളിച്ചത്ത് വരട്ടെ. ഓക്കെ, എനിക്കൊന്നും പറഞ്ഞ് എനിക്ക് ആശ്വസിപ്പിക്കാനില്ല. അതൊക്കെ പൊള്ളയായ വാക്കുകളാണ്, എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാമെന്നാണ്. അമ്മ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞുങ്ങളും ഇങ്ങനെ ഒരു കലാലയത്തിലും തീരാതിരിക്കാനുള്ളൊരു ഒരു വലിയ പോരാട്ടമാവട്ടെ.